ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അവൽ കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ്. ഒരു ഈസി റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും അതുപോലെ ഈവനിങ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ കളർ അവലാണ്. ഇതൊരു സോഫ്റ്റ് അവലാണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് അവൽ കിട്ടും. സോഫ്റ്റ് അവൽ, പിന്നെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഒരു അവലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നല്ല ഹാർഡായിട്ടുള്ള, അങ്ങനെ 3 ടൈപ്പ് ഓഫ് അവലാണ് ഉണ്ടാവുക. ഞാനിവിടെ എടുത്തേക്കുന്നത് സോഫ്റ്റ് അവലാണ്. ഞാനതൊരു കുഴിയുള്ള പാത്രത്തിൽ, വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന ഒരു പാത്രത്തിലാണ് അവലെടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു തണുത്ത വെള്ളമാണ്, ചൂടുവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു തണുത്ത വെള്ളമാണ്. അത് എന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ അവലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് സോഫ്റ്റ് ആവുന്നവിടെ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1 to 2 മിനിറ്റ്സ് ഇളക്കിയാൽ മതിയാവും. അതിനുള്ളിൽ തന്നെ അത് സോഫ്റ്റ് ആകും. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഒന്നോടൊന്നൊട്ടാണ്ട് നമുക്ക് നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു 5 മിനിറ്റ്സ് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് സവാള, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2-3 കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ സവാളകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന 1.5 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അവലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സവാള എടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനുസരിച്ച് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേവിച്ച ഗ്രീൻ പീസും വേവിച്ച ക്യാരറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കിനും എളുപ്പം കുക്ക് ചെയ്ത് കിട്ടും. സവാള ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 1 അതിൽ കൂടുതലോ 2-3 മുട്ടകൾ വേണമെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സവാളയുടെ കൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നനച്ച് വെച്ചിരുന്ന അവൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഉപ്പ് നോക്കുക. നമ്മൾ ഇതുവരെ അവലിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഒരു വിഭവമാണ്. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.